ഹലോ ഗേസ്, ഇന്ന് നമ്മളൊരു ചിക്കൻ കൊക്കോയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കൻ കൊക്കോട എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. ചിക്കൻ കൊക്കോടൊക്കെ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കനാണ്, എല്ലാത്ത ചിക്കനാണ് ഗേസ്. നമ്മൾ ചെറുതാക്കി നുറുക്കണം. ഇതാണ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കന്. ഇതല്ലോ ഗൈസ്, ഇനി നല്ലപോലെ കേക്ക് വൃത്തിയാക്കണം. മല്ലിയില, മല്ലിച്ചപ്പ് സെറ്റായിക്കണ്. നമ്മളിതിലേക്ക് ഇടണം ചിക്കനിലേക്ക്. ചിക്കൻ കൊക്കോടൊക്കെ ആവശ്യമുള്ളത് ഒരു ഉള്ളിയുണ്ട് ഗൈസ്, ഒറ്റ ഉള്ളി. കുനുകുന അരിഞ്ഞു വെച്ച ഉള്ളിയാണത്. ഇത് നമ്മൾക്ക് അതിലേക്ക് ഇടാനുള്ളതാണ്. ഒരു ഇത് വെളുത്തുള്ളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ്. ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചികളാണ്. ഇഞ്ചി ഇതിലേക്ക് ഇടുക. മുളക്, ചുവന്ന മുളകും കൂടെ മിക്സാണ് കേട്ടോ ഗൈസ്. പച്ചമുളകും ചുവന്ന മുളകും പാടെ മിക്സ്ഡ് ആണ് ഗൈസ്, ചെറുതായിട്ട് അരിഞ്ഞത്. നമ്മൾ ഇതിലേക്ക് ഇടുന്നു. ഹലോ ഗൈസ്, നമ്മളത് കടലപ്പൊടിയാണിത്. ഇത് നമ്മൾ ഇതിലേക്ക് ഇടാനുള്ള കടലപ്പൊടിയാണ്. ഇത് കുറച്ച് മൈദപ്പൊടിയാണ്. ഇത് ഇതിലേക്ക് ഇടണം. ഹലോ ഗൈസ്, നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് വെള്ളം കലക്കിക്കാണ് കേട്ടോ. ഉപ്പ് വെള്ളത്തിലിട്ട് കലക്കിയെടുത്തേക്കാണ്, എന്നാലേ എല്ലാത്തിലും പിടിച്ചോളും വിചാരിച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചുകൊണ്ട് മിക്സ് ചെയ്യാണ്. നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ഒരു കളർ കിട്ടാനും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. കാശ്മീരില്ല, നമ്മളത്തെ മുളകും പൊടി സാധ ഉള്ളൂ. ഈ കൈയിട്ട് നമ്മൾ കുഴച്ചെടുക്കണം. നല്ലപോലെ കുഴച്ച് അതൊക്കെ സെറ്റായി എടുക്കണം. ഇത് ഞാൻ ഒറ്റക്കാണ് ഗേസ് വീഡിയോ എടുക്കലും ഇത് ചെയ്യലെല്ലാം ഒറ്റക്കാണ്. ഹെൽപ്പിന് ആരുമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് തിരിഞ്ഞ് കളിച്ചത്. ഇപ്പോൾ കുഴച്ച് വെച്ച് ഇനി അരമണിക്കൂർ തെല്ലാജിൽ വെച്ചൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കണം. ഓക്കെ, ഫ്രിഡ്ജിലൊക്കെ വെച്ച് അരമണിക്കൂറിന് ശേഷം എടുത്ത് ഇനി പൊരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചട്ടി ഇപ്പോൾ അങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇടത്തിന് വേണ്ടിയിട്ട് പൊരിച്ചെടുത്തതാണ്. അടുത്തിട്ട് ഹലോ ഗൈസ്, എണ്ണ ചൂടായിക്കൊണ്ടിരിക്കണ കണ്ടില്ലേ? നീ തുടങ്ങണം, നമ്മളെ പല കലാപരിപാടികൾ തുടങ്ങാൻ കത്തിയോ. വീട്ടിൽ തുടങ്ങണ മുത്തേ, വീട്ടട മുത്തേ. വാ, അങ്ങനെ 1 ആയി 2 ആയി
അങ്ങനെ തുരുതുരാനായി. പല കേസ് വെന്ത് വരുന്നുള്ളൂ കേട്ടോ. ഒന്നുകൂടി മുരിയാനുണ്ടത്. ഇന്നൊരു ഡാർക്ക് ആയാൽ ഇത് നമ്മൾ ഇതിൽ നിന്ന് ചട്ടിയിൽ നിന്ന് എടുക്കും. ചുവന്ന കളറായി വരണം. നമ്മളെ പൊക്കവടക്കുട്ടന്മാർ കണ്ടില്ലേ, കടക്കുന്ന കണ്ടില്ലേ. ഓ, നമ്മളെ ബിച്ചുവിൻ്റെ ഒരു കുറവൊന്നുണ്ട്. ചക്ക നാട്ടിൽ പോയി, നാട്ടിലാണ് ഇപ്പോൾ. ഞങ്ങളെ പരിപാടികളൊക്കെ ഇങ്ങനെ ഏകദേശം പൂർത്തീകരിച്ച് വരികയാണ്. ഇതാ ഇത് വന്ന് ഈ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ഇതിലേക്ക് മാറ്റിയാണ്. നീ നമ്മൾ കഴിക്കണ രംഗം കാണിച്ചു തരണ്ട്. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറച്ചുകൂടി ഉണ്ട്. കുറച്ചായിട്ട് ഇങ്ങനെ എന്താ വെച്ചാൽ വലിയതാക്കി ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും എന്ത് കിട്ടൂല. അതാണ് സംഭവം. ഇങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, ശരിക്കും മുരിഞ്ഞ് ക്രിസ്പായി ഇങ്ങോട്ട് കിട്ടും. ഇതിപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് വേറൊരു ഫുഡ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മളെ ഗഫൂർജി. ഘട്ടത്തിലേക്ക് ലാസ്റ്റത്തെ ഇട്ടുകൊണ്ടിരിക്കണം കേട്ടോ. പഞ്ചെടുത്തേ കഴിഞ്ഞില്ലേ, തുടച്ചിട്ട് കലാസ്. നമ്മൾ കഴിക്കണത് ഞാൻ കാണിച്ചു തരണ്ട്. ചായയാണ് ഈ തളച്ചുകൊണ്ടിരിക്കണത്, കട്ടൻ ചായ. കാണാൻ വലിയ ഭംഗിയില്ലെങ്കിലും കിച്ചണൊക്കെ എങ്ങനെയൊക്കെ ആണെങ്കിലും സംഗതി ഇവിടെ സെറ്റാണ്. ഹലോ ഗേസ്, കട്ടൻ ചായയും ചിക്കൻ കൊക്കവടയും. ലാസ്റ്റ് ട്രിപ്പ് പോരി. ഓ, ക്രിസ്പി ആയിട്ടുണ്ടല്ലോ സിബോ. മാഷാ അല്ലാഹ്, നല്ല ബന്ധുക്കുണ്ടോ. ഞാൻ ഒന്ന് കഴിച്ചോട്ടോ. ആവി പരക്കുന്നുണ്ടോ നോക്കട്ടോ. ഓ ജടാ വൈബ് രക്ഷയില്ല. Kao